എന്റെ പൊന്നുമോളെ, നീ എവിടെയായിരുന്നു ഇതുവരെ തീ തിന്നിരിക്കായിരുന്നു ഞങ്ങള്. ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല നിന്നെ. ഫോണിന്റെ ചാർജ് തീർന്നുപോയി. ഏട്ടത്തി ദൂരേക്ക് എവിടെയെങ്കിലും പോയതായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയായിരുന്നില്ലേ? ചേട്ട പതുക്കെ, അകത്ത് വല്യേട്ടൻ കേക്കും. ഹരിച്ചേട്ടൻ തിരികെ വന്നോ? ആതിര എവിടെയെന്ന് ഹരി വന്ന് ചോദിക്കുമ്പോ എന്തു പറയുമെന്ന് ആലോചിച്ച് ആദ്യ പിടിച്ചിരിക്കായിരുന്നു ഞങ്ങള്. മോളെ, ഫോണിൽ വിളിച്ച് കിട്ടാഞ്ഞിട്ട് ശിവദാസൻ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അച്ഛനെ ഞാൻ കടയിൽ ചെന്ന് കണ്ടിട്ടാ വരുന്നത്. മോളിത് അത്യാവശ്യമായിട്ട് എവിടെ പോയതാ? ശിവദാസനങ്ങൾ വിളിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണോ പുറത്തു പോകുന്നത്? ഹലോ അച്ഛാ, ഫോണിന്റെ ചാർജ് തീർന്നു. വീട് വരെ ഒന്ന് പോയതാ അച്ഛാ. എല്ലാ തടസ്സങ്ങളും നീക്കി വിവാഹം നടത്തി തന്നതിന് അമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്നു. ശരി അച്ഛാ. അച്ഛനെ വാട്ടർ ക്യാൻ കടയിൽ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹരിച്ചേട്ടൻ സംശയിക്കാതിരിക്കാനാ. ഇനി എവിടേക്കെങ്കിലും പോകുമ്പോ എവിടെ പോകുന്നു പറഞ്ഞിട്ടെങ്കിലും പോണേ മോളെ. വിളിക്കുമ്പോ ഫോണിൽ കിട്ടിയില്ലെങ്കിലും ആളെവിടെയുണ്ടെന്നൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഞാൻ പോയത് അമ്മയുടെ അസ്ഥിത്തറയിലേക്കല്ല അച്ഛമ്മേ. ഞാനൊരു കള്ളം പറഞ്ഞതാ. ഹരിച്ചേട്ടൻ ഏറ്റെടുത്ത അച്ഛന്റെ 10 ലക്ഷത്തിന്റെ ആ കടം വീട്ടാനുള്ള മാർഗം തേടിയാ ഞാൻ പോയത്. പക്ഷേ അത് നടന്നില്ല. ആതിര അക്കാര്യങ്ങൾക്കൊന്നും അലയണ്ട കേട്ടോ. ഹരി കാശ് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള മാർഗവും കണ്ടെത്തിയിട്ടുണ്ടാവും. എന്നാലും എന്റെ അച്ഛൻ വരുത്തിവെച്ച കടമല്ലേ, അത് വീട്ടാൻ വേറെയും ചില മാർഗങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞുറപ്പിച്ച സമയം കഴിഞ്ഞല്ലോ. എന്ത് സംഭവിച്ചാലും കൊള്ളാം, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, അഭിലാഷാണ്. പണയപ്പണ്ടങ്ങൾ തിരിച്ചെടുത്ത് ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് അരമണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അഭിലാഷേ, ഞാനിവിടെ വീട്ടു തടങ്കലില്ല. വീട്ടടങ്കല്ലോ? സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച കാര്യം വീട്ടിലറിഞ്ഞോ? ഞാനും കുടുങ്ങോ? ബഹളം കൂട്ടാതിരിക്കടാ പേടിത്തൊണ്ട. എനിക്കേ അങ്ങോട്ട് വരാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേ. ആ വീട്ടിലേക്കോ? അതിലും ഭേദം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഏൽപ്പിക്കുന്നതാവും. ഗുഡ് ഐഡിയ. റോഡിൽ കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ സത്യസന്ധനായ യുവാവായ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. നാളെ പത്രത്തിൽ അതേക്കുറിച്ചുള്ള വാർത്ത കണ്ട് ഉടമസ്ഥയായ ശോഭ മാഡം സ്റ്റേഷനിൽ ചെന്ന് അടയാളങ്ങൾ പറഞ്ഞ് സ്വർണം കൈപ്പറ്റുന്നു.